ഇത് കമൻസിൽ വന്ന ചോദ്യമാണ് കേട്ടോ. ഡിവിഷന് പോയിൻ്റ് വെച്ചിട്ടുള്ള 62.6 ഹരിക്കണം 0.08. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുക? ഇതിന് നമുക്ക് 62.6/0.08 ഇങ്ങനെ എഴുതല്ലേ. ഇത് ന്യൂമറേറ്ററും ഇത് ഡിനോമിനേറ്ററും. അങ്ങനെ എഴുതിയത് എന്തിനാണെന്ന് വെച്ചാൽ തെറ്റാതാക്കാനാണ്. നമ്മൾ ഹരിക്കുമ്പം ഈ സംഖ്യ ഇതാണ് നമ്മൾ ആ ചിഹ്നത്തിൻ്റെ പുറത്ത് വരിക. അതായത് 62.6 ആദ്യം വരുന്ന ഈ സംഖ്യ ചിഹ്നത്തിൻ്റെ ഉള്ളിലും രണ്ടാമത് വരുന്ന ഈ സംഖ്യ ചിഹ്നത്തിൻ്റെ പുറത്തുമാണ് വരിക. അത് നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ ഈ ആദ്യം വരുന്ന സംഖ്യ ചിഹ്നത്തിൻ്റെ ഉള്ളിൽ, താഴെ വരുന്ന ഡിനോമിനേറ്റർ ചിഹ്നത്തിൻ്റെ പുറത്ത് ഇങ്ങനെ വരിക. ഇതിങ്ങനെ നോക്കിയാൽ നമുക്ക് ഹരിക്കാൻ പറ്റില്ല അല്ലേ. ഇവിടെ 0.08 അപ്പോൾ നമുക്ക് ഇതിൽ എത്ര 0.08 ഉണ്ട് അങ്ങനെ നോക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് എന്ത് നോക്കാൻ പറ്റും? 8 എത്ര ഉണ്ട് എന്ന് നോക്കാം. അപ്പോൾ ഇതിനെ 8 ആക്കി മാറ്റണം. ഇതിനെ 8 മാറ്റുമ്പം മുകളിലും വ്യത്യാസം വരും. ഇതിനെങ്ങനെ നമ്മൾ 8 ആക്കിയിട്ട് മാറ്റുക? ഇത് 0.08 എന്നല്ലേ. അപ്പോൾ ഈ പോയിൻറ്റിനെയും 0-നെയൊക്കെ കളയണം. അപ്പോൾ പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനം ഉണ്ട് നോക്കുക. ഇവിടെ അല്ല നോക്കുക, ഇവിടെ നോക്കുക. പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനം ഉണ്ടെന്ന്. എത്ര സ്ഥാനം ഉണ്ട്? 1 2 സ്ഥാനം. അപ്പോൾ 2 0 വരുന്ന സംഖ്യ കൊണ്ട് ഗുണിക്കുക. അതായത് 10 100 1000 അങ്ങനെയുള്ള. അപ്പോൾ ഇവിടെ 2 0 വരുന്ന സംഖ്യ ഏതാ? 100. നമ്മൾ ഇവിടെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ മുകളിലും 100 കൊണ്ട് ഗുണിക്കണം. ഇത് കാണിക്കാനാണ് ഞാൻ അതിങ്ങനെ എഴുതിയത് കേട്ടോ. ഇനി നമ്മളിത് ഗുണിക്കുക. ഇപ്പം ഈ പോയിൻ്റ് ഉണ്ടല്ലോ, ഈ പോയിൻറ്റിനെ മൈൻഡ് ചെയ്യാതെ ഈ 626-നെ 100 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്താ കിട്ടുക? 626 പിന്നെ 2 0 ഇങ്ങനെയല്ലേ വരിക. ബൈ ഇതോ ഈ പോയിൻ്റ് 0 ഒന്നും നോക്കണ്ട, 8-നെ 100 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 800 എന്ന് കിട്ടും. ഇനി പോയിൻറ്റും 0കളും സ്ഥാനങ്ങളൊക്കെ നോക്കുക. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ട്? 1 സ്ഥാനം. അപ്പോൾ നമ്മൾ ഈ കിട്ടിയ ഉത്തരത്തിൽ നിന്ന് വലത് ഭാഗത്ത് നിന്ന് ഒരു സ്ഥാനം നീക്കിയിട്ട് പോയിൻ്റ് ഇട്ട് കൊടുക്കുക. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ട്? 2 സ്ഥാനം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 1 2 സ്ഥാനം എണ്ണി കുത്തിട്ട് ഇപ്പോൾ അത് 8 എന്നായില്ലേ? ആയി. ഇപ്പോൾ ഇത് എന്തായിട്ട് മാറി? 6260. പോയിൻ്റ് കഴിഞ്ഞിട്ട് 0 വന്നാൽ അതിന് വാല്യൂ ഇല്ല അല്ലേ, വില ഇല്ല. അപ്പോൾ അത് എഴുതണ്ട. ബൈ ഇത് 8.00, അതായത് 8. ഇനി ഇതിനെ ഹരിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉത്തരം കിട്ടും. 6260 ഹരിക്കണം 8. 6-ൽ 8 ഉണ്ടാവും ഇല്ല. അപ്പോൾ നമ്മൾ 62 എടുത്ത്. 62-ൽ എത്ര 8 ഉണ്ട്? 7 8. 7 × 8 56. ഇനി 62-ൽ നിന്ന് 56 കുറക്കുക, 6 എന്ന് കിട്ടും. ഈ 6-നെ ഇറക്കിയിട്ട് ഇനി 66. 66-ൽ എത്ര 8 ഉണ്ട്? 8 8. 8 × 8 64. 6-ൽ നിന്ന് 4 കുറച്ചാൽ 2, ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ 0, അത് എഴുതണ്ട. ഇനി ഈ 0-നെ ഇറക്കിയിട്ട് 20. 20-ൽ എത്ര 8 ഉണ്ട്? 2 2 × 8 16. 20-ൽ നിന്ന് 16 കുറച്ചാൽ 4. ഇനി ശിഷ്ടം വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് റിമൈൻഡർ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ 2 വരെയൊക്കെ വരച്ചിട്ട് നിർത്തുക. അതെല്ലാം ഇവിടെ നമുക്ക് 0 ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഒരു 0 ചേർക്കുക, ഇവിടെ പോയിൻ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സംശയം വരും, ഇവിടെ ഇനി പോയിൻ്റ് ഇടാൻ പറ്റുമോ? നമ്മളിവിടെ പോയിൻറ്റിനൊക്കെ കളഞ്ഞല്ലേ ചെയ്യണത്. അങ്ങനെയൊന്നുമില്ല, ഇവിടെ പോയിൻ്റ് ഇടുക. എന്നിട്ട് ഈ 0-നെ ഇറക്കിയിട്ട് 40. 40-ൽ എത്ര 8 ഉണ്ട്? 5. 5 × 8 40. കുറച്ചാൽ 0. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഏതിൻ്റെ ആൻസർ? ഇതിൻ്റെ ആൻസർ 782.5. അപ്പോൾ പോയിൻ്റ് വന്നാൽ ഇങ്ങനെയാണ് ചെയ്യുക കേട്ടോ. നമ്മൾ പോയിൻറ്റിനെ കളയുക, എന്നിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ പോയിൻ്റ് വരും. അപ്പോൾ ആ പോയിൻ്റ് ഇട്ട് കൊടുക്കുക, ഉത്തരം കിട്ടും. അപ്പോൾ അത് ഇതിൻ്റെ ഉത്തരമായിരിക്കും. ഓക്കെ, അപ്പോൾ ശരി.